പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 106 പേർക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ബാങ്കിന്റെ സാങ്കേതിക മുഖത്തിലും നന്മകളിലുമൂന്നിയുമുള്ള സാമൂഹ്യ സേവനം നടത്താനാകുന്നത് കേരളത്തിലെ സഹകരണ മേഖലക്കാണെന്ന് തിരിച്ചറിയണം. പൊന്നാനി നഗരസഭ സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 106 പേർക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ പൊന്നാനി MLA പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നും സാധാരണക്കാരുടെ കൈത്താങ്ങായി താങ്ങും തണലുമായി നിൽക്കുന്ന മേഖലയാണ് സഹകരണ മേഖലയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് RBI ഈ സഹകരണ മേഖലക്കകത്ത് പിടിമുറുക്കുക, എന്നിട്ട് കേന്ദ്ര നയങ്ങൾ നടപ്പാക്കിക്കുക, ഏകാധിപത്യപരമായ സമീപനം എടുക്കുക, ഒരു ജനാധിപത്യമില്ലാത്ത രൂപത്തിലേക്കുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ. അത് എല്ലാ മേഖലയും പോലെ സഹകരണ മേഖലക്കകത്തും കടന്നു വരുന്നു. ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന പ്രശ്നമാണ്, സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനാധിപത്യ മൂല്യങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ പൊതുപ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശക്തമായ രൂപത്തിലേക്ക് പ്രതികരിക്കാനുള്ള ബാധ്യത സഹകാരികൾക്കുണ്ട് നമുക്കുള്ളത്. ആ സഹകാരികളുടെ വലിയ രൂപത്തിലേക്കുള്ള ചെറുത്തുനിൽപ്പിൽ കൂടി കേരളത്തിലെ സഹകരണ മേഖല സംരക്ഷിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാ മേഖലയിലും ബാധിക്കുമല്ലോ. സഹകരണ മേഖലയും ബാധിച്ചിട്ടുണ്ട്. മുമ്പത്തെ അത്ര പോലെ ഡിപ്പോസിറ്റ് മൊബിലൈസേഷൻ സമയത്ത് ഉണ്ടാവുന്നില്ല. അതുപോലെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു നമുക്കിപ്പോൾ. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ മുഖ്യാതിഥിയായി. സഹകരണ മേഖല തകരാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പൊന്നാനി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P ജ്യോതിബാസ്, CP മുഹമ്മദ് കുഞ്ഞി, കൗൺസിലർമാരായ MV പ്രകാശൻ, CS സ്വരൂപ്, K സാദിഖ്, ഷീബ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ നേതൃത്വം നൽകി. ബാങ്ക് വൈസ് പ്രസിഡന്റ് VS സുധർമ്മൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി PGG നന്ദിയും പറഞ്ഞു.